ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ധ്യാനാകെ പേടിച്ച് വിറച്ച് ഗോവിന്ദനെ നോക്കുക. ധ്യാൻ, നീ എൻ്റെ കൂടെ ഒന്ന് വന്നേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് കേട്ടതും എന്താ ഗോവിന്ദ് സാർ, നിന്നോട് വരാനല്ലേ പറഞ്ഞത്? അപ്പോൾ വിജയലക്ഷ്മി ചെല്ലും മോനെ എന്നും പറയുക. ഇത് കേട്ടതും ധ്യാൻ ഗോവിന്ദൻ്റെ കൂടെ അങ്ങ് പോവുക. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി, ഈശ്വര, ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്? എൻ്റെ മോളുടെ കല്യാണം നടന്നു, ഇനി അവരെ തമ്മിൽ പിരിക്കാനും പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുക. ഈ സമയം പുറത്തെത്തിയതും നമ്മുടെ ഗോവിന്ദ് ധ്യാനോട് ചോദിക്കുക, ധ്യാൻ, നിന്നോട് അന്നേ പറഞ്ഞതല്ലേ രഞ്ജുവിൻ്റെ ജീവിതത്തിൽ വിവാഹം പാടില്ല എന്ന്? അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാ ഇങ്ങനൊരു കടുങ്കൈ ചെയ്തേ? അത് പിന്നെ സാർ, ഞാൻ ചെയ്തതല്ല. പിന്നെ എന്താ സംഭവിച്ചത്? അത് പിന്നെ പറ, എന്താണെങ്കിലും പറ, മറച്ചു വെക്കണ്ട. എന്താ സംഭവിച്ചതെന്ന് ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞോ. അത് ഞാൻ രഞ്ജുവിന് കുറച്ച് ഗിഫ്റ്റുകൾ മേടിക്കാനായിട്ട് കടയിൽ പോയിരിക്കുമായിരുന്നു. അപ്പോഴാണ് രഞ്ജു എന്നെ ഫോൺ വിളിച്ചിട്ട് എന്നെ ഉടനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് സാർ ഞാൻ പറയാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അറയ്ക്കൽ തറവാട്ടിൽ വെച്ച് രാധികാമ്മ രഞ്ജുവിനെ അപമാനിച്ചു എന്നും ഇറക്കി വിട്ടു എന്നൊക്കെയാണ് രഞ്ജു പറഞ്ഞത്. അതെ, ഒരു ജീവിതം ഇല്ലാതെ ഇങ്ങനെ അപമാനിക്കപ്പെട്ട് നിൽക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്നും ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് സാർ ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. അത് കേട്ടതും എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? അതെ സാർ, സാറിൻ്റെ വീട്ടിൽ വെച്ചാൽ അവൾക്ക് സങ്കടങ്ങൾ ഒരുപാടുണ്ടായത്. സാറും ഗീതവും ഇല്ലാത്ത സമയത്ത് ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട് ആ പാവം. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ടാണ് അവളെ ഇങ്ങനെ എല്ലാവരും ഇട്ട് ഇതാക്കുന്നതെന്നും അവളുടെ മനസ്സിലുള്ളൊരു സങ്കടമുണ്ട്. സാറാദ്യം സാറിൻ്റെ വീട്ടിലുള്ളവരെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അവരോട് പോയി പറഞ്ഞു നോക്ക് സാർ. എന്തായാലും രഞ്ജു ഒരുപാട് വിഷമിച്ചുകൊണ്ടാണ് രഞ്ജു അങ്ങനെയൊക്കെ തീരുമാനം എടുത്തത്. അല്ലാതെ അവൾക്ക് ഒരാഗ്രഹം ഉണ്ടായില്ല എടിപിടിന്ന് കല്യാണം നടത്തണമെന്ന്. അവളുടെ അമ്മ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അവളെ വിട്ടേച്ച് പോകുന്നത് സാറിൻ്റെ അടുത്താണ്. സാറിനെ വിശ്വസിച്ച് സാറും ഗീതു മേഡവും അവളെ പൊന്നുപോലെ നോക്കുമെന്ന് വിചാരിച്ച്. പക്ഷേ അവിടെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകുമ്പോൾ രഞ്ജുവിന് അവിടെ ഭീഷണികൾ മാത്രമേ ഉള്ളൂ. ഒരു ദിവസം രഞ്ജുവിൻ്റെ ജീവൻ തന്നെ ഭീഷണിയായത് അവിടെ വെച്ചാണ്. അവൾ ഹോസ്പിറ്റലിലായതും അവിടെ വെച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം ഒന്ന് അന്വേഷിച്ച് നോക്കി വെച്ചിരിക്കുന്നതായിരിക്കും നല്ലത്. അത് കേട്ടതും ഇങ്ങനെയൊക്കെ നടന്നിട്ട് രഞ്ജു എന്നോട് ഒരു വാക്ക് പോലെ ഫോൺ വിളിച്ച് പറഞ്ഞില്ലല്ലോ. ഗോവിന്ദ് സാറിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് രഞ്ജുവിനറിയാം. അതുകൊണ്ടാണ് രഞ്ജു എന്നെ വിളിച്ച് പറഞ്ഞത്. സാറ് പേടിക്കൊന്നും വേണ്ട, അവളുടെ ജീവിതത്തിൽ ഒരാപത്ത് സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. കല്യാണം ജീവിതം പാടില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്നല്ലേ സാറുള്ളൂ. ദാമ്പത്യം ഇല്ലാതെ നോക്കിക്കോളാം. സാറ് പേടിക്കണ്ട. ധ്യാൻ, ഇനി അവളുടെ ജീവിതം നിൻ്റെ കയ്യിലാണ്. സൂക്ഷിക്കണം. അവൾക്കൊരബദ്ധം വരരുത്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് സഹിക്കാൻ പറ്റില്ല. എനിക്കറിയാം സാർ, നിങ്ങളെക്കാളൊക്കെ കൂടുതൽ എനിക്കറിയാം എൻ്റെ രഞ്ജുവിനെക്കുറിച്ച്, അവളുടെ അസുഖത്തെക്കുറിച്ച്. അങ്ങനെയുള്ളപ്പോൾ അവൾക്കൊരബദ്ധം സംഭവിക്കാനും ഞാൻ അനുവദിക്കില്ല സാർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ധ്യാൻ ഗോവിന്ദന് വാക്ക് കൊടുക്കുക. അത് കേട്ടതും ഞാനാകെ പേടിച്ചു പോയായിരുന്നു ധ്യാൻ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ രഞ്ജു, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അറിയാമല്ലോ, അവളെ എനിക്ക് ആദ്യമൊക്കെ ഇഷ്ടമില്ലായിരുന്നു. വിജയലക്ഷ്മിയുടെ മകളായതുകൊണ്ട് അവളെ എനിക്ക് വെറുപ്പായിരുന്നു. പിന്നീട് അവളുടെ അസുഖത്തെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് ഞാൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയത്. ബാംഗ്ലൂരിൽ നിന്നും അവളിവിടെ എത്തിയത് എനിക്കൊരു ഭീഷണിയായിട്ടായിരുന്നു. എന്നാൽ ഞാൻ ആകെ സ്നേഹിച്ചതും സങ്കടപ്പെട്ടതുമൊക്കെ അവളുടെ രോഗത്തെക്കുറിച്ച് ഓർത്തിട്ട് തന്നെയാണ് ധ്യാൻ. അതുകൊണ്ട് അവളെ ഞാനിപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ പ്രിയയെ പോലെ തന്നെ. അതുകൊണ്ട് അവൾക്കൊരാപത്ത് സംഭവിക്കരുത്. നിൻ്റെ കയ്യിലാണ് എല്ലാം. ശരി സാർ, ഞാൻ അവളെ പൊന്നു പോലെ നോക്കിക്കോളാം. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയണം. അഭിമാന പ്രശ്നം നോക്കരുത്. നിൻ്റെ ഏട്ടനായിട്ട് എന്നെ കണ്ട് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം. കടബാധ്യതകൾ തീർക്കണമെങ്കിൽ ഞാൻ തീർത്തോളാം. എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. കേട്ടല്ലോ? ഇല്ല സാർ, എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനെല്ലാം നോക്കിക്കോളാം. ഞാൻ കൈകാര്യം ചെയ്തോളാം. രഞ്ജുവിനെ ഞാൻ പൊന്നു പോലെ നോക്കും. ഇത് ഞാൻ സാറിന് തരുന്ന വാക്കാ. മതി, ഇത്രയും കേട്ടാൽ മതി. എനിക്ക് സമാധാനമായി ധ്യാൻ. ഇത്രയും നേരം നെഞ്ചിനകത്ത് തീയായിരുന്നു, ആളിക്കത്തുന്ന തീ. രഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള പേടിക്കണ്ട സാർ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. പരിധി വിട്ട് ഞാൻ പെരുമാറത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധ്യാൻ വാക്ക് കൊടുത്തു. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ട് ചെന്നു. രണ്ടുപേരും അകത്തേക്ക് രഞ്ജുവും ഡ്രസ്സൊക്കെ മാറി വന്നു. ധ്യാനും ഗോവിന്ദേട്ടനും ഇവിടെ? അവരങ്ങ് പുറത്തേക്ക് പോയിരിക്കുക മോളെ. എന്തിനാ അവർ രണ്ടുപേരും പുറത്തേക്ക് വിട്ടെ? അല്ല, അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ, സംസാരിക്കാനുണ്ടെങ്കിൽ ഞാനും കൂടെ ചേർന്ന് സംസാരിച്ചാൽ മതി. ഒറ്റയ്ക്ക് അങ്ങനെ ധ്യാനോട് സംസാരിക്കേണ്ടെന്ന്. എന്ത് സംസാരിക്കാൻ വേണ്ടിയാ ഇത് ഗോവിന്ദേട്ടൻ ധ്യാനെയും കൂട്ടി പുറത്തേക്ക് പോയത്? എനിക്കറിയില്ല മോളെ.
അപ്പോഴേക്കും രണ്ടുപേരും വന്നു. ആ ഗോവിന്ദേട്ടാ, ഞാൻ പറഞ്ഞതല്ലേ എന്നോടും കൂടെ പറയണമെന്ന്, എന്തിനാ ധ്യാനെ മാത്രം വിളിച്ചു? അത് പിന്നെ മോളെ, ഞാൻ ധ്യാനോട് മോളെ പൊന്നുപോലെ നോക്കണം, നിനക്കൊരു കുറവും ഉണ്ടാവാൻ പാടില്ല, നിനക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ തീർത്തു തരാം എന്നൊക്കെ പറയാനാണ് വിളിച്ചുകൊണ്ടുപോയത്. സത്യമാണോ ധ്യാൻ? ആ സത്യ രഞ്ജു, ഗോവിന്ദേട്ടൻ എന്നെ വഴക്കൊന്നും പറഞ്ഞില്ല, എന്നോട് എൻ്റെ കഷ്ടപ്പാടുകളും പിന്നെ എൻ്റെ കടങ്ങളൊക്കെ കുറിച്ച് ചോദിക്കുകയായിരുന്നു. അതൊക്കെ വീട്ടാന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു. പക്ഷെ ഞാനാ വേണ്ടാന്ന് പറയുന്നേ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോവിന്ദേട്ടൻ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടും ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്താ ഉത്തരവാദിത്വം ഉള്ളത്? നിന്നെ കല്യാണം കഴിച്ച് നിന്നെ പൊന്നു പോലെ നോക്കണമെന്ന് മാത്രമേ എൻ്റെ ആഗ്രഹം. അല്ലാതെ നിൻ്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്നും കാശ് മേടിച്ച് എൻ്റെ കടം വീട്ടിയ അതെൻ്റെ ഇതിനെ ബാധിക്കുന്നതൊരു കാര്യമല്ലേ. അതുകൊണ്ട് എനിക്കതിൽ താല്പര്യമൊന്നുമില്ല രഞ്ജു. എന്തായാലും ഞാൻ നോക്കിക്കിട്ടെ ഗോവിന്ദേട്ടാ, നല്ലൊരു ജോലി കിട്ടിയാൽ മതി. ജോലി കിട്ടിയാൽ ഉടനെ ഞാൻ എല്ലാ കടബാധ്യതകളും തീർക്കും. എൻ്റെ രഞ്ജുവിനെ ഞാൻ പൊന്നുപോലെ നോക്കും എന്നൊക്കെ പറയുക. ഈ സമയം ഗീതുവും ഗോവിന്ദും കൂടെ, എന്നാൽ നമുക്ക് പോകാം ഗീതു. പോകാം കണ്ണേട്ടാ, എന്നാൽ പോയിട്ട് വരട്ടെ അമ്മേ. പോയിട്ട് വാ മോളെ, പോയിട്ട് വരാൻ രഞ്ജു. ധ്യാൻ ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞ് അവർ നേരെ പോവുക. ഈ സമയം വിജയലക്ഷ്മി, മോളെ എന്തായാലും രണ്ടുപേരും കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ, ഇത്തിരി റെസ്റ്റൊക്കെ എടുക്ക്. ഞങ്ങൾ റെസ്റ്റ് എടുക്കാനൊന്നും അല്ല കല്യാണം കഴിച്ചത്. ഇനി എനിക്ക് ധൈര്യത്തോടെ ഇവൻ്റെ കയ്യും പിടിച്ച് എവിടെ വേണേലും ചുറ്റിക്കറങ്ങാമല്ലോ, അതിന് വേണ്ടിയാണ് കല്യാണം കഴിച്ചത്. ധ്യാനും കൂടെ പുറത്ത് പോയിട്ട് വരാമേ. ശരി, എവിടെ വേണേലും പോയിക്കോ എന്നും നമ്മുടെ വിജയലക്ഷ്മി പറയുക. ഈ സമയം അവർ രണ്ടുപേരും പോയി. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ്. എന്തു പറ്റി കണ്ണേട്ടാ, എന്താ ടെൻഷൻ? എല്ലാത്തിനും കാരണം രാധികാമ്മയോ ഗീതു? രാധികാമ്മയോ? അതെ ഗീതു, രാധികാമ്മ ചെയ്ത ഓരോ പ്രവൃത്തി കൊണ്ട് രഞ്ജു ഇങ്ങനൊരു തീരുമാനം എടുത്തത്. രാധികാമ്മ എന്ത് ചെയ്തു എന്നാ? അത് പിന്നെ രഞ്ജു അവിടെ നിൽക്കുന്ന സമയത്ത് രഞ്ജുവിനെ കുറേ അപമാനിച്ചു എന്നും ആരുമില്ലാത്തവളെന്ന് വിളിച്ചു എന്നും സ്നേഹിക്കുന്ന പയ്യൻ പറ്റിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു എന്നും അങ്ങനെയൊക്കെയാണ് ധ്യാൻ എന്നോട് പറഞ്ഞത്. ഈശ്വര, ഈ രാധികാമ്മയ്ക്ക് എന്താ കണ്ടിട്ട മനസാക്ഷിയില്ലേ? അത് തീരെ ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ അവരങ്ങനെ ചെയ്യുന്നത്. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ അഹങ്കാരം അതങ്ങ് അവസാനിപ്പിക്കണം. എന്തായാലും ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ. കണ്ണേട്ടൻ്റെ പ്രിയപ്പെട്ട രണ്ടാനമ്മയല്ലേ. ദേ ഗീതു, ഞാൻ അല്ലെങ്കിലേ കലി കയറിയേക്കുക, വെറുതെ എൻ്റെ വായെന്ന് വല്ലതും കേൾക്കരുത്. ശരി, ഞാനൊരു തമാശ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ചിരിക്കുക. ഈ സമയം വീട്ടിലെത്തിയതും കാറ് നിർത്തി. അപ്പോൾ രാധികയാണെങ്കിൽ ഭയങ്കര സമാധാനത്തോടെ ഇരിക്കുക. സമാധാനം എന്ന് പറഞ്ഞൊരു 1.5 സമാധാനം. എന്തായാലും രഞ്ജു പോയി, ആ ഒരു സന്തോഷം എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ അങ്ങോട്ട് ചെന്നിട്ട് അമ്മേ എന്നും പറഞ്ഞ് വിളിക്കുക. എന്താ കണ്ണാ, രാധികാമ്മ എന്തുദ്ദേശിച്ച? എന്താ, ഞാനൊന്നും ചെയ്തില്ലല്ലോ. അത് കേട്ടതും വരുണും എന്താ ഏട്ടാ എന്തു പറ്റി? ഞാൻ ചോദിച്ചത് രാധികാമ്മയോടാ. രാധികാമ്മ എന്തിനാ ഇവിടെ ഞാൻ നിർത്തിയ ഒരാളെ അപമാനിച്ചത്? ഞാൻ ആരെ അപമാനിച്ച കാര്യം കണ്ണു നീ പറയുന്നേ? ദേ എന്നോട് കളിക്കല്ലേ. എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവില്ലെന്നൊന്നും വിചാരിക്കണ്ട. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇനി അങ്ങോട്ട് ക്ഷമിച്ചു പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. രാധികാമ്മ പലപ്പോഴും അപമാനിച്ചു വിട്ടിട്ടുണ്ട് രഞ്ജുവിനെ മാത്രമല്ല ഗീതുവിനെ അങ്ങനെ തന്നെയാണ്. ഞാനൊരു കാര്യം പറയാം, രഞ്ജുവിനെ ഞാനാണ് ഇവിടെ കൊണ്ട് നിർത്തിയത്. ഞാൻ പറഞ്ഞിട്ടാ അവളിവിടെ നിന്നത്. അങ്ങനെയുള്ളപ്പോൾ രാധികാമ്മ രഞ്ജുവിനെ എന്തിനാ അപമാനിച്ചത്? ഞാൻ അപമാനിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ വരുണ്ട കാരണത്തിട്ട് ഒരൊറ്റ അടി, വരുണ്ട കാരണത്ത് ഗോവിന്ദ അടിക്കുന്ന ശബ്ദം കേട്ട് അവിടെ നിന്നുകൊണ്ട് ഗീതുവും രേഖയും ഭയങ്കര ചിരിയാ. അപ്പോഴാണെങ്കിൽ നമ്മുടെ വരുൺ ചോദിക്കുക ഗോവിന്ദനോട്, എന്തിനാ ഗോവിന്ദട്ട് എന്നെ അടിച്ചത്? നിന്നെ അടിച്ചതോ? എന്തിനും ഏതിനും നിന്റെ അമ്മയ്ക്ക് കൂട്ടു നിൽക്കുന്നതുകൊണ്ട്. എടാ, നല്ലത് ചെയ്യുമ്പോൾ കൂട്ടു നിൽക്കാം, എന്നാൽ തെറ്റ് കണ്ട എതിർക്കണം. അതെങ്ങനെയാ? നീയും അതിനേക്കാളും വലിയ തെറ്റല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നേ. അത് കേട്ടതും ഞാനൊന്നും ചെയ്തിട്ടില്ല ഏട്ടാ. നീ ഒന്നും ചെയ്തിട്ടില്ലെന്നൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ വരുണിനെ വഴക്കു പറയാ. ഈ സമയം അടി കൊണ്ടതും വരുൺ അങ്ങോട്ട് പോയി പേടിച്ച്. വരുൺ പോയി കഴിഞ്ഞതും രാധികാമ്മ, കണ്ണാ ഞാൻ എന്ത് ചെയ്തു എന്ന് നീ പറയുന്നത്? ഇത്രയും നേരം ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടും രഞ്ജുവിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ല. അത് കേട്ടതും, കണ്ണ നിനക്ക് എന്നെ അറിയില്ലേ? ഞാൻ അങ്ങനെ ആരെങ്കിലും വഴക്ക് പറയോ? കണ്ണ ഞാൻ അങ്ങനെ ആരെങ്കിലും അപമാനിക്കോ? നീ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയ ഒരാളാണ് രഞ്ജു. അങ്ങനെയുള്ളപ്പോൾ രഞ്ജുവിനെ ഞാൻ അപമാനിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇത് അവൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥയാ. വേണ്ട രാധികാമ്മേ, മതി, നിർത്ത്. ഇനി കൂടുതൽ സംസാരിക്കല്ലേ. രാധികാമ്മ എങ്ങനത്തെ ആളാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായതാ. അതുകൊണ്ട് രാധികാമ്മ ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ദേഷ്യപ്പെടുക. രാധികാമ്മ, ഇനി ഞാൻ എല്ലാം കേട്ടും സഹിച്ച് ക്ഷമിച്ചൊന്നും നിൽക്കില്ല.
രാധികാമ്മയോട് ചോദിക്കേണ്ടതാണെങ്കിൽ ചോദിച്ചിരിക്കും. എന്തവകാശത്തിലാ, എന്തധികാരത്തിലാ നിങ്ങൾ എൻ്റെ അതിഥിയെ ഇവിടുന്ന് പുറത്താക്കിയത്? ഇനി അങ്ങനെ ചെയ്താ പിന്നെ നിങ്ങളായിരിക്കും ഇവിടുന്ന് പുറത്തു പോകാൻ പോകുന്നത്. കേട്ടതും രാധികാമ്മ ഞെട്ടി. ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഗോവിന്ദ് അങ്ങോട്ട് പോയി. ഗോവിന്ദ് പോയി കഴിഞ്ഞതും നമ്മുടെ ഗീതു ആണെങ്കിൽ പ്രിയയെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ ഹോളിൽ ഇരുത്തുക. പ്രിയേ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഇവിടെ ചിലരെയൊക്കെ അപമാനിച്ച് പറഞ്ഞു വിട്ടു. രഞ്ജുവിൻ്റെ ജീവിതത്തിൽ വിവാഹം പാടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ രാധികാമ്മയും വരുണും കാരണം രഞ്ജു ഒന്ന് വിവാഹം കഴിച്ചു. അതിന് നല്ല അടി കിട്ടിയിട്ടുണ്ട് നമ്മുടെ വരുണേട്ടൻ്റെ കവളത്തിട്ട്. അത് കേട്ടതും പ്രിയയ്ക്ക് ഭയങ്കര സങ്കടമായി. കാരണം രഞ്ജുവിനെ പ്രിയയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ആദ്യമൊക്കെ അത് വെറുപ്പായിരുന്നെങ്കിലും തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചത് രഞ്ജുവാണ്. അതുകൊണ്ട് രഞ്ജുവിനോട് ഭയങ്കര ഇഷ്ടമായപ്പോൾ പ്രിയയ്ക്ക്. ഈ സമയം രേഖയും എന്തായാലും കിട്ടേണ്ടത് തന്നെയാ. മണ്ടൻ വരുണേട്ടനും അമ്മയും മോനും ഞാൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചു. എന്തായാലും ഇനിയിപ്പോൾ ഗോവിന്ദേട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും. ഇനി നിങ്ങൾ എന്തു പറഞ്ഞാലും കണ്ണേട്ടൻ വിശ്വസിക്കാൻ പോകുന്നില്ല. നോക്കിക്കോ രാധികാമ്മേ, നിങ്ങളിനി ജീവിതകാലം മുഴുവനും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ചെയ്തു കൂട്ടിയ ഓരോ പാപങ്ങളും എണ്ണി കണക്ക് പറയേണ്ടി വരും. അത് കേട്ടതും നമ്മുടെ രാധിക പോയ ജന്മത്തിലെ ശത്രുക്കൾ ഈ ജന്മത്തിൽ മക്കളായി ജനിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ മരുമക്കളായിട്ട് വലതുകാല് വെച്ച് വീട്ടിലേക്ക് കയറി വരുമെന്ന് ഞാൻ കരുതിയില്ല എന്നും പറയുക. അപ്പോൾ വരുൺ, അമ്മ എന്തിനാ വെറുതെ അവളെ അപമാനിക്കാൻ പോയത്? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എടാ, ഞാൻ അപമാനിച്ചതല്ല. ആ അനാർക്കലി വന്നപ്പോൾ അനാർക്കലി ഞാനുമായിട്ടുള്ള ബന്ധം വിളിച്ചു പറയുമെന്ന് അവൾ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അവളുടെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ ഗോവിന്ദനെ കാണിക്കുമെന്നും പറഞ്ഞു. അതാണ് ഇത്രയും പ്രശ്നമായത്, അല്ലാതെ വേറൊന്നുമല്ല. ആരാ ഈ അനാർക്കലി? അമ്മ കുറേ നാളായാലോ അനാർക്കലി എന്നും പറഞ്ഞിട്ട് നടക്കുന്നു. നമ്മളും തമ്മിൽ എന്താ ബന്ധം? വരുൺ, അതൊന്നും നീ അറിയണ്ട. അതൊന്നും ഞാൻ അറിയണ്ട. എന്നാൽ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ തലയിലെടുത്ത് ഇടും എന്നും വരുൺ. ഇത് കേട്ടതും അതൊക്കെ ഉണ്ടടാ, എൻ്റെ ഒരു വലിയ ശത്രുവാണ് അനാർക്കലി. പണ്ടത്തെ മിത്രവും ഇപ്പോഴത്തെ ശത്രുവും. അവൾ കാരണം എനിക്കിപ്പോൾ സമാധാനം ഇല്ലാതായത്, അവൾ ഒറ്റൊരുത്തി കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം രേഖ എന്തായാലും കലക്കി ഗീതു. വരുണേട്ടൻ്റെ കരണത്തും ഒന്ന് കിട്ടി. രാധികാമ്മയ്ക്ക് നല്ല മറുപടിയും കിട്ടി. വരുണേട്ടൻ്റെ കവളത്ത് ഗോവിന്ദേട്ടൻ അടിച്ചത് രാധികാമ്മയ്ക്കിട്ടുള്ള അടിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതെന്തായാലും എനിക്കും മനസ്സിലായി. എന്തൊക്കെയായാലും വരുണേട്ടൻ അത് കിട്ടേണ്ടതാ എന്നൊക്കെ പറയാ. രേഖച്ചിക്ക് സങ്കടമില്ലേ? എന്തിന്? എൻ്റെ ഭർത്താവായിട്ടിരിക്കാനുള്ള യോഗ്യത പോലും ആ വൃത്തികെട്ടവൻ ഇല്ല ഗീതു. അതുകൊണ്ട് അവന് നല്ല അടി തന്നെ കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക. കാരണം രേഖയ്ക്ക് അടിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ ഗോവിന്ദ് അടിച്ചപ്പോൾ രേഖ അടിച്ചതുപോലൊരു സുഖം രേഖയ്ക്ക് കിട്ടി. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയും ഗോവിന്ദനെയുമാണ്. അതെ, പോലീസുകാരുടെ അന്വേഷണം അല്ലാതെ വീണ്ടും ഒന്നും കൂടെ അന്വേഷിക്കണം. കൊല നടന്ന സ്ഥലത്തും ഡെഡ് ബോഡി കിട്ടിയ സ്ഥലത്തു നിന്നൊക്കെ ഉറപ്പായിട്ടും അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം. അങ്ങനെ അവർ രണ്ടുപേരും പോയി രാത്രി ആ ഡെഡ് ബോഡി കിടന്ന സ്ഥലം മുഴുവനും അരിച്ചു പെറുക്കി. അങ്ങനെ അരിച്ചു പെറുക്കുന്ന സമയത്ത് ഒരു ഇൻഹേലർ നമ്മുടെ ഗീതുവിൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ ഗീതു ആലോചിക്കുകയാണ്, ഈ ഇൻഹേലർ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയായിരുന്നു എന്നൊക്കെ നന്നായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗീതുവിൻ്റെ മനസ്സിലേക്ക് ആ ഓർമ്മ കടന്നു വന്നത്. അതെ, അതേ തന്നെ അജാസിക്ക ഉപയോഗിക്കുന്ന സാധനം. അതെ, ഇൻഹേലർ ഇത് അജാസിക്കയുടെ തന്നെയാണ് കണ്ണേട്ട എന്നും പറഞ്ഞ് വിളിക്കുക. അപ്പോൾ ഗോവിന്ദ് ഓടി വരിക. എന്താ ഗീതു, ഇത് നോക്ക്, ഇത് അജാസിക്കയുടെ ഇൻഹേലറാ. അത് കേട്ടതും അപ്പോൾ അജാസ് പറഞ്ഞത് മുഴുവനും കള്ളമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ വന്നതും അജാസ്, നമ്മുടെ പറമ്പിൽ ഡെഡ് ബോഡി കുഴിച്ചിട്ടതും അജാസ്. അപ്പോൾ നമ്മളെ പറ്റിക്കാനായിട്ട് അജാസ് ഒരുപാട് കള്ളം പറഞ്ഞു. അവർണിക്കറിയാതെ അജാസ് എന്തോ ലക്ഷ്യമിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ വെടി 2 പ്രാവശ്യം വെച്ചത് അജാസ് തന്നെയാണ്. അജാസിൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കുകൊണ്ട് വെച്ച വെടിയാണ് കിഷോറിൻ്റെ ശ്വാസകോശവും ഹൃദയവും തകർത്ത് കിഷോറിനെ മരണത്തിന് കാരണമാക്കിയത്. എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ. അജാസ് ഇത്രയും വലിയ കള്ളനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ അജാസ് ഇത് ആർക്ക് വേണ്ടി ചെയ്തു? എന്തിനു ചെയ്തു? എന്നെ കൊടുക്കാനായിട്ട് അജാസ് ചെയ്ത ഈ പണി എനിക്ക് ഈ ജന്മത്ത് മറക്കാൻ പറ്റില്ല. അവനെ ഞാൻ സ്നേഹിച്ചു. എൻ്റെ ബോസ്, എൻ്റെ ഒരു സ്റ്റാഫിനെ പോലെയല്ല, എൻ്റെ കൂടെ ജനിച്ച ഒരു അനിയനെ പോലെ, എൻ്റെ കൂടെപ്പിറപ്പിനെ പോലെയാണ് ഞാൻ അജാസിനെ സ്നേഹിച്ചത്. പക്ഷേ അവൻ ഇത്രയും വലിയൊരു ചതി എനിക്ക് തരുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗീതവും ഷോക്കായിട്ട് തന്നെ നിൽക്കുക. ഈശ്വര,
അജാസിക്കൻ്റെ ഇൻഹേലർ ഇവിടെ എങ്ങനെ വന്നോ? ഒരിക്കലും അജാസിക്ക ഞങ്ങളെ ചതിക്കുന്ന പണി ചെയ്യില്ല. പിന്നെ ഇതെന്താ സംഭവിച്ചത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, വരും വീക്കെൻഡിൽ കിഷോറിൻ്റെ കൊലയാളി ആരാണ് എന്നുള്ള രഹസ്യം തിരിച്ചറിയുന്ന ചില വിശേഷങ്ങളാണ് നടക്കാൻ പോകുന്നത്. ആരും മിസ് ചെയ്യരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.